വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല വിധി പറയും. കഴിഞ്ഞ മെയ് 22-ാം തീയതിയാണ് ഹർജികളിൽ വിധി പറയാൻ മാറ്റിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മാസിക് എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുക. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയും. വെരി ഗുഡ് മോർണിംഗ് SKN. ഏറെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വരാനിരിക്കുന്നത്. വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ആണ് ഈ ഹർജികൾ സമർപ്പിച്ചത് എങ്കിൽ പോലും ഇതിലെ ഈ വഖഫ് നിയമത്തിലെ ചില ചട്ടങ്ങൾ, വകുപ്പുകൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല വിധി ഉണ്ടാകാനിരിക്കുന്നത്. പ്രധാന ആവശ്യം പിന്നീടായിരിക്കും സുപ്രീം കോടതി വിധി പറയുക. പ്രധാനമായും ഈ ഹർജിക്കാർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചത് വഖഫ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. മതാചാരം അനുഷ്ഠിക്കാനുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന അത് പാലിക്കപ്പെടുന്നില്ല എന്നും അതിനെതിരാണ് ഈ പുതിയ നിയമം എന്നുമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കൾ മത ആചാരത്തിന്റെ ഭാഗമാണ് എന്നും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഈ വഖഫ് ദീർഘകാല ഉപയോഗം കൊണ്ട് വഖഫായ സ്വത്തുക്കൾക്ക് സാധുതയുണ്ട് എന്നും എല്ലാ സ്വത്തുക്കൾക്കും ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാൻ കഴിയില്ല എന്നും ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 5 വർഷം മുസ്ലിം മതം അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യവും ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്നുള്ളത് വഖഫ് നിയമ അനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് വഖഫ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്നും വഖഫ് ഒരു നിർബന്ധിത മതാചാരമല്ല എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഹർജിക്കാർക്ക് എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ കോടതിയെ സമീപിക്കാമെന്നും സ്വത്തുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് മതത്തിന്റെ പരിഗണനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ വാദിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജികളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത്. രാവിലെ 10:30-ക്കായിരിക്കും ഈ ഉത്തരവ് ഉണ്ടാകുക. SKN. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.